നിങ്ങൾക്കും പ്രസംഗകരാകാം എന്ന പ്രസംഗ പരിശീലന പരിപാടിയുടെ 10ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രസംഗത്തിൻ്റെ അവതരണം വിജയിക്കുന്നത് 4 ഘടകങ്ങളെ ആശ്രയിച്ചാണ്. 1. ശബ്ദക്രമീകരണം, 2. അംഗവിക്ഷേപങ്ങൾ, 3. പ്രസംഗകൻ്റെ വിഭവശേഷിയും വിനിമയശേഷിയും, 4. പ്രസംഗഭാഷ. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ശബ്ദക്രമീകരണം തന്നെ. നല്ല ശബ്ദം പ്രസംഗ വിജയത്തിന് സഹായിക്കും. ഇതിനർത്ഥം കൂടുതൽ ശബ്ദമുള്ളവർ നല്ല പ്രസംഗകരാകും എന്നല്ല. സ്വന്തം ശബ്ദം നന്നായി ഉപയോഗിക്കുന്നവരാണ് നല്ല പ്രഭാഷകരായി മാറുന്നത്. ശബ്ദത്തിൻ്റെ സാധ്യതകൾ അറിയുന്നവർക്ക് മാത്രമേ ശബ്ദം നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. പതിഞ്ഞ ശബ്ദവും നേർത്ത ശബ്ദവും അരോചകമായ ശബ്ദവും പ്രഭാഷണത്തിന് അനുയോജ്യമല്ല. ശബ്ദത്തിൻ്റെ വ്യാപ്തിയും ഗാംഭീര്യവും വ്യക്തതയും പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളാണ്. വലിയ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യാൻ ശബ്ദമേന്മയുള്ളവർക്ക് താരതമ്യേന എളുപ്പമാണ്. ശബ്ദത്തെ നിയന്ത്രിക്കുന്ന ബാഹ്യ ഘടകങ്ങൾ പലതുണ്ട്. ചുണ്ട് അഥവാ അധരങ്ങൾ ശബ്ദത്തെ തീർച്ചയായും സ്വാധീനിക്കും. അധരങ്ങൾക്ക് കാര്യമായ ന്യൂനതകളോ പരുക്കുകളോ ഉണ്ടെങ്കിൽ അത് ശബ്ദത്തെ പ്രതികൂലമായി ബാധിക്കും. 2ാമത്തെ ഘടകം പല്ലുകളാണ്. പല്ല് മുളയ്ക്കാത്ത കുട്ടികളും പല്ല് കൊഴിഞ്ഞ വൃദ്ധരും സംസാരിക്കുന്നത് ശ്രദ്ധിച്ചാൽ പല്ലും ശബ്ദവും തമ്മിലുള്ള ബന്ധം വ്യക്തമാകും. 3ാമത്തേത് നാവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. നാവിന് മുറിവോ മറ്റു രോഗങ്ങളോ ഉണ്ടായാൽ അത് സ്വരത്തെ ബാധിക്കും. 4ാമത്തേത് തൊണ്ടയാണ്. തൊണ്ടയിൽ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ സ്വരത്തെ സാരമായി ബാധിക്കുന്നു. പനി, ജലദോഷം, തൊണ്ടവേദന തുടങ്ങിയ അസ്വസ്ഥതകൾ നമുക്കുണ്ടാകുമ്പോൾ സ്വരമടപ്പ് എന്നാണ് പറയുക. സ്വരത്തെ നിയന്ത്രിക്കുന്ന മറ്റൊരു ഘടകം പ്രഭാഷകൻ്റെ പൊതുവായ ആരോഗ്യനിലയാണ്. കുട്ടികൾക്കും പ്രായമായവർക്കും രോഗികൾക്കുമുള്ളതിനേക്കാൾ ഊർജ്ജസ്വലവും ദൃഢതരവുമായ ശബ്ദം ആരോഗ്യമുള്ളവർക്ക് ഉണ്ടായിരിക്കും. ശബ്ദം പലതരമുണ്ട് എന്നുകൂടി നമ്മൾ അറിയണം. ചിലർ മൂക്കിൻ്റെ സഹായത്തോടെ സംസാരിക്കുന്നവരാണ്, നെയ്സൽ വോയിസ് ഉള്ളവർ. അതിന് വ്യക്തത കുറയും. വായ തുറന്ന് സംസാരിക്കുകയാണ് അതിനുള്ള പരിഹാരം. വായിൽ വെള്ളം നിറച്ച് മൂക്കിലൂടെ മാത്രം ശ്വസിക്കുക വഴി മൂക്ക് തുറന്നു കിട്ടുന്നു. അത് അനുനാസിക ശബ്ദം നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു. തൊണ്ടയിൽ നിന്ന് വരുന്ന ശബ്ദമാണ് മറ്റൊരു പ്രശ്നം. തൊണ്ടയ്ക്കും ശ്വാസകോശങ്ങൾക്കും ബുദ്ധിമുട്ടുള്ളവരുടെ ശബ്ദം പ്രത്യേകം തിരിച്ചറിയാൻ കഴിയും. തൊണ്ടയിൽ നിന്ന് ഉയരുന്ന ശബ്ദം കേൾവിക്ക് ഇമ്പകരമല്ല. തുടർച്ചയായും ദീർഘമായും സംസാരിക്കുന്നവർക്കും പുകവലിക്കുന്നവർക്കും ശബ്ദ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വായ തുറക്കാതെ സംസാരിക്കുന്ന രീതിയാണ് മറ്റൊന്ന്. വായ തുറക്കാത്ത ശബ്ദം അടഞ്ഞ ശബ്ദമായിരിക്കും. ഒഴുക്കൻ മട്ടിലുള്ള സംസാരമായി അത് അനുഭവപ്പെടും. വായ തുറന്ന് സംസാരിക്കുന്ന രീതിയാണ് നമ്മൾ പരിശീലിക്കേണ്ടത്. സംസാരത്തിന് ദൃഢതയും ഉച്ചാരണത്തിന് സ്ഫുടതയും ഉണ്ടാകാൻ വായ തുറന്ന് തന്നെ സംസാരിക്കണം. നല്ല ശബ്ദത്തിൻ്റെ പ്രഭവസ്ഥാനം വയറിൻ്റെ അടിവശം അഥവാ നാഭി പ്രദേശമാണ്. ഉച്ചത്തിൽ ദീർഘസമയം സംസാരിക്കുകയോ ചിരിക്കുകയോ ചെയ്യുമ്പോൾ വയറു വേദനിച്ചാൽ അതിനർത്ഥം അയാളുടെ ശബ്ദത്തിൻ്റെ ഉറവിടം ശരിയാണെന്നാണ്. പ്രഭാഷകൻ്റെ ശബ്ദത്തിന്
ചില സവിശേഷതകളുണ്ടാകണം. അവ സ്വായത്തമാക്കുന്നതിൽ വിജയിക്കുന്നവരാണ് അറിയപ്പെടുന്ന പ്രഭാഷകരായി മാറുക. വിജയങ്ങൾ അനായാസമായി വന്നു ചേരുന്നതല്ല. ഗാനഗന്ധർവൻ ഡോക്ടർ KJ യേശുദാസ് ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞ കാര്യം ഞാനിവിടെ ഓർമ്മിക്കുന്നു. സംഗീതത്തിലെ ഒരു രാഗം വശപ്പെടുത്തുന്നതിന് 4 വർഷം എനിക്ക് തപസ് ചെയ്യേണ്ടി വന്നു. മനസ്സിൻ്റെ സമനില തെറ്റുമോ എന്ന് പോലും പലപ്പോഴും സംശയിച്ചു. എളുപ്പത്തിൽ നേടുന്ന നേട്ടത്തിന് തിളക്കം പോരെന്ന് ദി ടെമ്പസ്റ്റ് എന്ന നാടകത്തിൽ വിഖ്യാതനായ വില്യം ഷേക്സ്പിയർ കുറിച്ചിട്ടുള്ളതും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. പ്രഭാഷകർ നിർബന്ധമായും വളർത്തിയെടുക്കേണ്ട ശബ്ദഗുണങ്ങളെക്കുറിച്ചാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതിൽ ആദ്യത്തേത് ഉറപ്പുള്ള ശബ്ദമാണ്. പ്രഭാഷകൻ്റെ ശബ്ദം ഉറപ്പുള്ളതും മുഴക്കമുള്ളതുമായിരിക്കണം. കനത്ത ശബ്ദത്തിന് ആധികാരികതയും ആജ്ഞാശക്തിയും ഉണ്ടായിരിക്കും. ലോല ശബ്ദത്തിന് സദസ്സിനെ സ്വാധീനിക്കാനുള്ള ശേഷി പരിമിതമാണ്. ശബ്ദം ജന്മസിദ്ധമാണെങ്കിലും ഉച്ചത്തിൽ സംസാരിച്ചും വായിച്ചും ശബ്ദത്തിൻ്റെ ദൃഢതയും വ്യാപ്തിയും വർദ്ധിപ്പിക്കാൻ സാധിക്കും. 2. ഇമ്പമുള്ള ശബ്ദം. ശരീരത്തിന് അഴക് പോലെയാണ് ശബ്ദത്തിന് ഇമ്പം. നല്ല ശബ്ദം കേൾവിക്കാരെ ആകർഷിക്കും. കാരണം അത് മധുരതരമാണ്. പരുക്കൻ ശബ്ദം അരോചകമാണ്. ഇമ്പമുള്ള ശബ്ദമുള്ളവർക്ക് കവിത, കഥ, തമാശ, വിവരണം ഇവയൊക്കെ അവതരിപ്പിക്കാൻ എളുപ്പമാകും. 3. ഉച്ചാരണശുദ്ധിയാണ്. ശബ്ദത്തിന് വ്യക്തിത്വം നൽകുന്നത് ഉച്ചാരണശുദ്ധിയാണ്. സ്ഫുടമായ ശബ്ദം പ്രസംഗത്തിൻ്റെ ആത്മാവാണ്. കഥാകഥനം. അധ്യാപകർ വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം എന്ന വാക്യം ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? കഥാകഥനം അധ്യാപകർ വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം. ഇങ്ങനെയാണ് ഉച്ചാരണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? ഉച്ചാരണം കൃത്യമാകുന്നതിന് ശരിയായ അക്ഷരജ്ഞാനമുണ്ടാകണം. പുതിയ വിദ്യാഭ്യാസ ക്രമത്തിൽ അക്ഷരത്തിനോ എഴുത്തിനോ ഉച്ചാരണത്തിനോ പ്രാധാന്യം കൽപ്പിച്ചു കാണുന്നില്ല. ഭാഷ ആശയവിനിമയത്തിന് മാത്രമാണെന്ന പ്രചാരണം ശക്തിപ്പെട്ടു വരികയാണ്. എല്ലാവർക്കും എല്ലാ അക്ഷരങ്ങളും ഒരുപോലെ വഴങ്ങണമെന്നില്ല. പൊതുവെ തെറ്റായി ഉച്ചരിക്കാറുള്ള ചില അക്ഷരങ്ങളുണ്ട്. ഭ, ധ, ധ, ഢ, ശ, സ, ഷ തുടങ്ങിയ അക്ഷരങ്ങൾ ശരിയായി ഉച്ചരിക്കാൻ തനിക്ക് സാധിക്കുമോ എന്ന് പരിശോധിക്കണം. മേൽപ്പറഞ്ഞ അക്ഷരങ്ങളുടെ ശരിയായ ഉച്ചാരണം ആവർത്തിച്ചു പറഞ്ഞ് മനസ്സിൽ ഉറപ്പിക്കണം. ശരിയായ ഉച്ചാരണം പഠിക്കുന്നതിന് പല മാർഗങ്ങളുമുണ്ട്. ഏറ്റവും എളുപ്പമുള്ളത് ആകാശവാണിയിൽ വാർത്ത വായിക്കുന്നത് ശ്രദ്ധിക്കുന്നതാണ്. റേഡിയോ നാടകങ്ങൾ ശ്രവിക്കുന്നതും ഉപകാരപ്രദമായിരിക്കും. വാക്കുകൾക്ക് എങ്ങനെ ഭാവം പകരണമെന്ന് നാടക സംഭാഷണങ്ങളിൽ നിന്ന് പഠിക്കാൻ കഴിയും. ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ ശബ്ദം തരക്കേടില്ലാത്തതാണ്. നല്ല ഭാഷാധ്യാപകരും മികച്ച വാഗ്മികളും വാക്കുകൾ ശരിയായി ഉച്ചരിക്കുന്നവരാണ്. ചില വാക്കുകൾ ചിലർക്ക് എത്ര പഠിച്ചാലും വഴങ്ങിയെന്ന് വരില്ല. അവർ പകരം വാക്കുകൾ ഉപയോഗിക്കുന്നതാണ് ബുദ്ധി. വിദ്യാർത്ഥികൾ എന്ന് ശരിയായി ഉച്ചരിക്കാൻ കഴിയാത്തവർ, കുട്ടികൾ, പഠിതാക്കൾ തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ചാൽ ഉച്ചാരണപ്പിഴവ് ഒഴിവാക്കാനാകും.
ശബ്ദ ക്രമീകരണത്തെക്കുറിച്ചുള്ള മറ്റ് കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.